ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റോടെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2 ഗ്ലാസ് അവിൽ മിൽക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 5 ചെറുപഴം ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള ഏത് ചെറുപഴവും നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. മൈസൂർ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് നമുക്കിതൊന്ന് നന്നായി ഉടച്ചെടുക്കാം. ഇവിടെ ഞാൻ പഴവും പഞ്ചസാരയും നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് അവിലാണ്. അതിനായിട്ട് ഞാനിവിടെ പൊരി അവിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പാല് വേണം. പാൽ ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അവിൽ മിൽക്ക് നല്ല തണുപ്പോടെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് പീനട്ട്സ് ആണ്. പീനട്ട്സ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീമും വേണം. പഴവും പഞ്ചസാരയും മിക്സാക്കി എടുത്തത് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവിലും പഴവും നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. വീണ്ടും നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വീതം അവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഗ്ലാസിൻ്റെ 3/4 ഭാഗം ആവുന്നവരെ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഓരോ ടീസ്പൂൺ വീതം പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ച പീനട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമിന് പകരം ഏത് ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച പീനട്ട്സും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂടുകാലത്ത് ഇതുപോലെ ഒരു അവിൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പും ദാഹവും എല്ലാം മാറിക്കിട്ടും. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.